ജോസ് കെ മാണിയെ യു.ഡി.എഫിൽ എത്തിക്കാൻ കത്തോലിക്ക സഭയുടെ നീക്കം വിജയത്തിലേക്ക്. യു.ഡി.എഫിൽ മുസ്ലിം സമുദായത്തിന്റെ അപ്രമാദിത്വം എന്ന പ്രചാരണം അവസാനിപ്പിക്കാൻ ജോസ് കെ മാണിയുടെ വരവ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നു. ഭരണം പിടിക്കാൻ സാധ്യതയുള്ള യു.ഡി.എഫിൽ ക്രിസ്ത്യൻ ബെൽറ്റ് ബാലൻസ് ചെയ്യപ്പെടാൻ കേരള കോൺഗ്രസ് എം ഉണ്ടാകണമെന്ന് വിലയിരുത്തൽ. പ്രതിരോധിക്കാൻ CPM അരയും തലയും മുറുക്കി രംഗത്ത്. കേരള രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് എം വീണ്ടും യു.ഡി.എഫിലേക്ക് ചേക്കേറും. കത്തോലിക്ക സഭയുടെ ശക്തമായ ഇടപെടലും മുസ്ലിം ലീഗിന്റെ വിട്ടുവീഴ്ചാ നിലപാടും ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാനും സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള യു.ഡി.എഫിനെ ശക്തിപ്പെടുത്താനും കത്തോലിക്ക സഭ താൽപര്യപ്പെടുന്നു. LDFിൽ തുടരുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകില്ലെന്ന വിലയിരുത്തലിൽ ജോസ് കെ മാണിയെ യു.ഡി.എഫിലേക്ക് തിരികെ എത്തിക്കാൻ സഭാ നേതൃത്വം ശക്തമായ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. മുന്നണി മാറ്റ വാർത്തകൾ പുറത്തുവരുമ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിയിൽ അസ്വാരസ്യങ്ങളുണ്ട്. നിലവിലെ മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLAയും LDFിൽ തുടരാനാണ് താൽപര്യം. പക്ഷേ കത്തോലിക്ക സഭയുടെ നിലപാട് നിർണായകമാണ്. ഇതിനെ റോഷിക്ക് തള്ളിക്കളയാൻ കഴിയില്ല. വെറുമൊരു രാഷ്ട്രീയ കൂടുമാറ്റത്തിനപ്പുറം കത്തോലിക്ക സഭയുടെ ശക്തമായ ഇടപെടലുകളും പുതിയ സാമുദായിക സമവാക്യങ്ങളുമാണ് ജോസ് കെ മാണിയെ സ്വാധീനിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തിലാണ് ജോസ് കെ മാണി. സോണിയാഗാന്ധി നേരിട്ട് ജോസ് കെ മാണിയോട് സംസാരിച്ചുവെന്നും വിവരമുണ്ട്. ജോസ് കെ മാണിയുടെ വരവിനെ ഏറ്റവും കൂടുതൽ സ്വാഗതം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ്. യു.ഡി.എഫിനെ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തങ്ങളുടെ കൈവശമുള്ള തിരുവമ്പാടി സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ പോലും ലീഗ് തയ്യാറായേക്കും. മലബാറിൽ മാണി ഗ്രൂപ്പിന് സ്വാധീനമുണ്ടാക്കാൻ ഇത് വഴി തുറക്കും. അതിനിടെ യു.ഡി.എഫിൽ ജോസ് കെ മാണി തിരിച്ചെത്തിയാൽ യു.ഡി.എഫിൽ തങ്ങളുടെ പ്രസക്തി കുറയുമെന്ന് PJ ജോസഫ് ഭയപ്പെടുന്നു. സീറ്റ് വിഭജനത്തിൽ ജോസഫ് ഗ്രൂപ്പിന് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും. 2 കേരള കോൺഗ്രസുകൾ ഒരു മുന്നണിയിൽ വരുന്നത് സീറ്റ് തർക്കങ്ങൾക്കും ഗ്രൂപ്പ് പോരിനും വഴിവെക്കുമെന്ന പ്രതിഷേധം ജോസഫ് വിഭാഗം ഉയർത്തുന്നുണ്ട്. കോട്ടയത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് ഈ നീക്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രകോപിതർ. ജോസ് കെ മാണി പോയതോടെ കോട്ടയത്ത് കോൺഗ്രസിന് ലഭിച്ച മേധാവിത്വം ഇല്ലാതാകുമെന്ന് അവർ ഭയപ്പെടുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് മോഹിച്ചിരിക്കുന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും ജോസിന്റെ വരവ് തിരിച്ചടിയാകും. സഭയുടെ അനുഗ്രഹവും ലീഗിന്റെ പിന്തുണയും ഉണ്ടെങ്കിലും സ്വന്തം പാർട്ടിയിലെ ഭിന്നതയും ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പും ജോസ് കെ മാണിക്ക് മുന്നിലെ വലിയ വെല്ലുവിളികളാണ്. ജോസ് കെ മാണി ഇടതുപക്ഷത്ത് തുടരുന്നത് സഭയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന നിലപാടിലാണ് കത്തോലിക്ക നേതൃത്വം. സഭ പ്രധാനമായും 3 വാദങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. യു.ഡി.എഫിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിൽ സഭയ്ക്ക് ആശങ്കയുണ്ട്. ജോസ് കെ മാണി തിരികെ വന്നാൽ മാത്രമേ മുന്നണിയിൽ ക്രിസ്ത്യൻ ബെൽറ്റ് ബാലൻസ് ചെയ്യപ്പെടുകയുള്ളൂ എന്ന് സഭ വിശ്വസിക്കുന്നു. ക്രൈസ്തവ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകുന്നത് തടയാൻ കരുത്തുറ്റ ഒരു ക്രൈസ്തവ മുഖം യു.ഡി.എഫിൽ വേണം. ഭരണത്തിൽ സഭയ്ക്ക് കൃത്യമായ റോൾ ഉറപ്പാക്കാൻ വിശ്വസ്തനായ ഒരു നേതാവ് യു.ഡി.എഫിന്റെ മുൻനിരയിൽ ഉണ്ടാകണമെന്ന് സഭ നിർബന്ധം പിടിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ നീക്കങ്ങളെ സജീവമായി പിന്തുണയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂറിലെ 24 സീറ്റുകളിൽ വെറും 5 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത്. ഈ തകർച്ചയ്ക്ക് കാരണം ജോസ് കെ മാണിയുടെ വിടവാങ്ങലാണെന്ന് സതീശൻ വിലയിരുത്തുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാൻ മാണി ഗ്രൂപ്പിനെ തിരികെ എത്തിക്കണമെന്നതാണ് സതീശന്റെ താൽപര്യം. യു.ഡി.എഫിൽ മുസ്ലിം ലീഗ് അപ്രമാദിത്വം നേടുന്നുവെന്ന വിലയിരുത്തലുകളുണ്ട്. ഇത് BJPയിലേക്ക് യു.ഡി.എഫ് വോട്ടുകളെ എത്തിക്കുമെന്ന് ലീഗും ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് ഇടതുവിരുദ്ധതയുള്ള ക്രൈസ്തവർ BJPയെ പിന്തുണയ്ക്കുമെന്നാണ് ലീഗ് ഭയം. ഇത് മാറ്റാൻ മുസ്ലിം ലീഗും ജോസ് കെ മാണിക്കായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. നിലവിൽ LDFിൽ മന്ത്രിസ്ഥാനമുള്ള റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും മുന്നണി വിടുന്നതിനോട് വലിയ താൽപര്യം കാണിക്കുന്നില്ലെങ്കിലും സഭയുടെയും ജോസ് കെ മാണിയുടെയും തീരുമാനത്തിനൊപ്പം നിൽക്കാൻ അവർ നിർബന്ധിതരായേക്കും. യു.ഡി.എഫിൽ ജോസ് എത്തുന്നതോടെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ്.